Dear student, Assalamu alaikum. Let us start our new chapter, Direct and Inverse Proportion. Direct and Inverse Proportion. Our 13th chapter, Direct and Inverse Proportion. Direct and Inverse Proportion. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 201, പേജ് നമ്പർ 201. അതിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, മോഹൻ പ്രിപ്പയർ ടീ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് സിസ്റ്റർ. ഹി യൂസ് 300 milliliter ഓഫ് വാട്ടർ, 300 milliliter ഓഫ് വാട്ടർ, then 2 spoons of sugar, 2 spoons sugar and 1 spoon of tea leaves, 1 spoon of tea leaf, 1 spoon of tea leaves, 50 milliliter of milk, 50 milliliter of milk. Okay, then next, how much quantity of each item will be need if he has to make tea for 5 person? How much quantity of each item? അങ്ങനെയാണെങ്കിൽ വാട്ടർ, ഷുഗർ, ടീ, മിൽക്ക്, ഇത് ഇനി എത്ര ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കേണ്ടി വരും 5 ആളുകൾക്ക് ടീ കൊടുക്കണമെങ്കിൽ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി 2 ആളുകൾ വെച്ചിട്ടായിരുന്നു അല്ലേ. 2 ആളുകൾക്ക് 300 milliliter വാട്ടർ, 2 spoon sugar, 1 spoon tea leaf and 50 milliliter of milk ഉപയോഗിച്ചിട്ടാണ് 2 പേർക്ക് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ 5 പേർക്ക് എത്ര ക്വാണ്ടിറ്റി? ഓരോ ഐറ്റം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും എന്നാണ് ചോദ്യം. ശരിക്കും കൂടും അല്ലേ, ഓരോ ഐറ്റം കൂട്ടേണ്ടി വരും. മിൽക്ക് കൂട്ടേണ്ടി വരും, ടീ ലീവ്സ് കൂട്ടേണ്ടി വരും, ഷുഗർ കൂട്ടേണ്ടി വരും അല്ലേ. കാരണം ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ക്വാണ്ടിറ്റിയും കൂട്ടണ്ടേ. അപ്പോൾ ഇങ്ങനത്തുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പറയാൻ പറ്റും, ഇപ്പോൾ 2 ആളുകൾക്ക് 300 milliliter വാട്ടർ ആണെങ്കിൽ 5 ആളുകൾക്ക് എന്തായിരിക്കും? 2 ആളുകൾക്ക് 300 milliliter, അപ്പോൾ 2 ആളുകൾ കൂടുമ്പോൾ 600 ആയി. ദെൻ ഒരാളും കൂടി വരുമ്പോൾ 150, അതായത് 750 milliliter ഓഫ് വാട്ടർ വേണം 5 ആളുകൾ വരുമ്പോൾ ടീ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ 2 സ്പൂൺ ഷുഗർ വേണം 2 ആളുകൾക്ക്. അങ്ങനെയാണെങ്കിൽ 5 ആളുകൾക്ക് എന്ത് വേണ്ടി വരും? 2 ആളുകൾക്ക് 2 സ്പൂൺ ഷുഗർ, അപ്പോൾ 5 ആളുകൾക്ക് 5 സ്പൂൺ ഷുഗർ. എത്ര വേണ്ടി വരും? 5 സ്പൂൺ. കാരണം 2 ആളുകളുണ്ടായപ്പോൾ 2 സ്പൂൺ ഷുഗർ വന്നു. 3 ആളുകളുണ്ടെങ്കിൽ 3 സ്പൂൺ ഷുഗർ. ഈ ഒരു കാര്യത്തിൽ പറയണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 5 ആളുകൾ വരുമ്പോൾ 5 സ്പൂൺ ഷുഗർ. കാരണം സ്പൂണിൻ്റെ എണ്ണം കൂടി. ഇവിടെ പറഞ്ഞ വാട്ടർ നോക്കുമ്പോൾ വാട്ടറിൻ്റെ അല്ലേ ക്വാണ്ടിറ്റിയും കൂടി, ആളുകൾ കൂടുന്നതനുസരിച്ച്. ഇനി ഇവിടെ വരുമ്പോൾ 1 സ്പൂണ് ആണ് ടീ ലീവ്സ്, 2 ആളുകൾക്ക് 1 സ്പൂണാണ്. അങ്ങനെയാണെങ്കിൽ 5 ആളുകൾക്ക് 2.5 ടീ ലീവ്സ് സ്പൂൺ വരിക. കാരണം 1 സ്പൂണ് 2 ആളുകൾക്ക്, 2ന്റെ ഹാഫ് അല്ലേ 1, അപ്പം അങ്ങനെ ആലോചിക്കാൻ മതി. അപ്പോൾ ഇവിടെ 5 ആളുകൾ വരുമ്പോൾ 5ന്റെ ഹാഫ് 2.5 സ്പൂൺ. ഓക്കെ, 50 milliliter ഓഫ് മിൽക്ക് ആവശ്യമുണ്ട് 2 ആളുകൾക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 ആളുകൾക്ക് 50, 50, 100, 4 ആളുകൾക്കായി. പിന്നെ 50 അല്ല ഹാഫ് അല്ലേ ഒരാൾക്ക് വരിക. കാരണം 50 2 ആളുകൾക്കാണ് വരുന്നത്, അപ്പോൾ 50ന്റെ ഹാഫാണ് ഒരാൾക്ക് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വരും 125 milliliter ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് വേ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ് ഇത് പോകുന്നത് അല്ലേ. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ബിക്കോസ് ഒരു ക്വാണ്ടിറ്റി നമുക്കിവിടെ ഉണ്ട്, അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ആ ക്വാണ്ടിറ്റി കൂട്ടണം അല്ലേ. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂടുന്നു, അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂട്ടണം. ആളുകളുടെ എണ്ണം കുറയുമ്പോൾ ക്വാണ്ടിറ്റി കുറക്കാം
ആളുകളുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണം. ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ബിക്കോസ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കൂടുന്നതനുസരിച്ച് കൂടും. മനസ്സിലായോ? അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഇഫ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പർച്ചേസ്ഡ് ഇൻക്രീസ് ദ ടോട്ടൽ കോസ്റ്റ് ഓൾസോ ഇൻക്രീസ്. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങി, അതിനൊരു വില ഉണ്ടായിരിക്കും അല്ലേ? അതേ സാധനം രണ്ടെണ്ണം വാങ്ങുകയാണെങ്കിലോ കോസ്റ്റ് കൂടും. അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ആ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? മോർ ദാൻ മണി ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് മോർ ഇസ് ദ ഇൻട്രസ്റ്റ് ഏൺഡ്. ഇപ്പം നമ്മൾ കൂടുതൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. കുറച്ച് എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, കുറഞ്ഞ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കുറയുമ്പോൾ കുറയും, കൂടുമ്പോൾ കൂടും. അതാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ? അപ്പം അങ്ങനെ വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇഫ് ദ കോസ്റ്റ് ഓഫ് 1 kilogram ഓഫ് ഷുഗർ ഈസ് 18. ഇപ്പോൾ ഈ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് 1 kilogram ഓഫ് ഷുഗർ ഈസ് 18 rupees. 1 kilogram ഷുഗർ 18 ആണ് അല്ലേ? അപ്പോൾ ഇനി കിലോഗ്രാം കൂടുന്നതിനനുസരിച്ച് എന്ത് കോസ്റ്റും ഇവിടെ കൂടും. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കുക അല്ലേ? ഈ ഒരു ടൈപ്പ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 2 kilogramന് എത്രയായിരിക്കും കോസ്റ്റ്? യെസ്, 2 into 80. ഓക്കെ, 2 into 80. അങ്ങനെയാണെങ്കിൽ 3 kilogramനോ? 3 kilogramന് ചോദിച്ചാൽ 3 kilogram 3 into 18, that is equal to 54. ഓക്കെ, 54. ഇതാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 202. പേജ് നമ്പർ 202 ഒരു ഗ്രീൻ ബോക്സ് നിങ്ങൾ കണ്ടില്ലേ? മിഡിലായിട്ടൊരു ഗ്രീൻ ബോക്സ്. അവിടെ പറയുന്നത് പെട്രോൾ ഇൻ ലിറ്റേഴ്സ്, ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. ഓക്കെ, ഇപ്പം നമുക്ക് കുറഞ്ഞ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കുറച്ച് പെട്രോൾ മതി. കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ കൂടുതൽ പെട്രോൾ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലേ? കുറവും കുറയും, കൂടുമ്പോൾ കൂടും. അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പെട്രോൾ ഇൻ ലിറ്റേഴ്സ് എക്സ്, ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പെട്രോൾ ഇൻ ലിറ്റേഴ്സ് ബ്രാക്കറ്റിൽ എക്സ്. പെട്രോൾ ഇൻ ലിറ്റർ, അതായത് എക്സ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? പെട്രോള് ലിറ്ററിലാണ് എക്സ്. നെക്സ്റ്റ് കോളത്തിൽ എന്താ പറയുക? ഡിസ്റ്റൻസ് കിലോമീറ്റർ ആണല്ലോ നമ്മൾ പറയാം. അതിന് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ലിറ്റർ പെട്രോളിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാന്ന് പറയുന്നത്? 60. 4 ലിറ്റർ പെട്രോളിൽ 60 കിലോമീറ്റർ കവർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പെട്രോൾ 8 ആണെങ്കിൽ കൂടും. 8 ആണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടും. നെക്സ്റ്റ് എന്താ പറയുന്നത്? 12 ലിറ്റർ കൂടുമ്പോൾ ഇവിടെ 180 എന്ന് കൊടുത്തിട്ടുണ്ട്. 15 ആകുമ്പോൾ ഇവിടെ തന്നിട്ടില്ല. 20 ആകുമ്പോൾ ഇവിടെ തന്നിട്ടില്ല. നെക്സ്റ്റ് 25 ആകുമ്പോഴും എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബിക്കോസ് നിങ്ങൾ ഇവിടെ നോക്കും, എപ്പോഴും ഈ ഒരു പെട്രോള് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസും കൂടും. കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും എന്തായാലും കൂടും. അതായത് എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടും. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അതായത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഷ്യോ മനസ്സിലാകും. അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4/60. അതാണ് നമ്മൾ ഈ ഒരു ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഒരു പെട്രോളും അതായത് ഈ ലിറ്റർ പെട്രോളും അതിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതുക? 4/60. ആ റേഷ്യോയും ഇവിടെയുള്ള റേഷ്യോ അതായത് 8 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്കൊരു വാല്യൂ ഇല്ല അല്ലേ? നമുക്ക് y1 എന്ന് കൊടുക്കാം. സപ്പോസ് y1 എന്ന് കൊടുക്കുകയാണെങ്കിൽ y1 8/y1. ഇതിൻ്റെ റേഷ്യോ എല്ലാ റേഷ്യോകളും സെയിം ആയിരിക്കും. അതായത് 12/180 ഈക്വൽ ടു 15/y2 ഈക്വൽ ടു 20/y3 ഈക്വൽ ടു 25/y4. അതായത് എല്ലാ റേഷ്യോകളും എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട്. അതായത് ഒന്ന് കൂടുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് ഇവിടെ കൂടുന്നു, കുറയുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് ഇവിടെ കുറയുന്നു, കൂടുമ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ടാണ് ഇവിടെ കൂടുന്നത്, ഇനി ഡയറക്റ്റ് പ്രൊപ്പോർഷൻ പറയും. അപ്പോൾ ആ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ആ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും.
We find that as value of x increase, value of y also increases in such way that the ratio x by y does not change. Ratio x by y. അതായത് ഇപ്പോൾ ഇത് എക്സും ഇത് വൈയും അല്ലേ, അപ്പോൾ അതിൻ്റെ റേഷ്യോ ഈ എക്സ് ബൈ വൈ എന്നുള്ള റേഷ്യോ ഒരിക്കലും ചേഞ്ച് ആവില്ല. റേഷ്യോ അവിടെ എന്താവില്ല, ചേഞ്ച് ആവില്ല. കാരണം റേഷ്യോ ചേഞ്ച് ആവില്ല, കാരണം ഇതിന് കൂടുന്നതിന് പ്രൊപ്പോർഷൻ ആയിട്ടാണ് ഇവിടെ ഒക്കെ കൂടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കെ എന്ന് കൊടുക്കാം നമുക്ക് കേട്ടോ. എക്സ് ബൈ വൈ എന്നുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ. ഇവിടെ നോക്കാം 4/60 ദാറ്റ് ഈസ് ഈക്വൽ ടു, കാരണം ഇവിടുത്തെ റേഷ്യോ നമുക്ക് 12/180 ആയിരിക്കും. കാരണം എക്സ് ബൈ വൈ എന്നുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എക്സ് ബൈ വൈ ഈക്വൽ ടു കെ, അതായത് 4/60 ഈക്വൽ ടു 12/80 ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 4/60 2 കൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 2/30 വീണ്ടും 2 കൊണ്ട് 1/50. ഇനി 12/180 സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. കണ്ടോ 1/15 തന്നെ വന്നില്ലേ, 1/15 തന്നെ വന്നില്ലേ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം. അപ്പോൾ ഇവിടെ ഏത് ക്വാണ്ടിറ്റികളെ റേഷ്യോ എടുത്താലും അതെന്തായിരിക്കും എന്ന് പറയുന്നത്, സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. എക്സ് ബൈ വൈ ഈക്വൽ ടു കെ. എപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ്റെ കേസിൽ അതിൻ്റെ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വാല്യൂ ആയിരിക്കും, മാറില്ല. ഓക്കെ, അതാണ് ഈ എക്സ് ബൈ വൈ ഈക്വൽ ടു കെ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിന് ഇങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു വൈ കെ. എക്സ് ഈക്വൽ ടു ഈ വൈ ഇങ്ങോട്ട് ഇപ്പുറത്ത് പോകുമ്പോൾ വൈ ഇൻറ്റു കെ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു കെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു കെ. അതായത് ഈ എക്സ് എന്തിനോട് ഈക്വൽ ആവും, വൈയും ഒരു കോൺസ്റ്റൻറ്റും മൾട്ടിപ്ലൈനോട് ഈക്വൽ ആവും. വൈയും ആ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഇവിടെയൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, ഈ വൈയിലൊക്കെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മളത് പറയുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ? അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു കാര്യം ഇങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇപ്പോൾ x1/y1 ഈക്വൽ ടു x2/y2. ഇപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റി x1, അതിൻ്റെ തൊട്ട് നേരെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളതിന് y1, നെക്സ്റ്റ് x2, തൊട്ട് അതിന് നേരെയുള്ളതിന് y2. കണ്ടോ? അപ്പോൾ x1/y1 എന്ന് പറഞ്ഞാൽ റേഷ്യോ ഈക്വൽ ടു x2/y2. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയാം, x1 ഇൻറ്റു y2 ഈക്വൽ ടു x2 ഇൻറ്റു y1. x2 ഇൻറ്റു y1 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് അവിടെ എഴുതി വെക്കുക. ഈ ഒരു എക്സാമ്പിളും നിങ്ങൾ ചെയ്യുക നോട്ടിൽ. ഓക്കെ, ഓക്കെ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ പേജ് നമ്പർ 203 203 ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ടേക്ക് എ ക്ലോക്ക് ആൻഡ് ഫിക്സ് ഇറ്റ് മിനിറ്റ് ഹാൻഡ് അറ്റ് 12. റെക്കോർഡ് ദ ആംഗിൾ ടേൺഡ് through by minute hand from its original position and the time that has passed in the following table. Time passed in minutes 15. ടൈം ഒക്കെയാണ് പറയുന്നത്. അതിൽ ആംഗിൾ ടേൺഡ്, ആംഗിൾ 15 ആകുമ്പോൾ 90, 30 ആകുമ്പോൾ ആ ആംഗിൾ അവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റേഷ്യോ ചെയ്ത് ക്ലിയർ, അതൊന്നും നിങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 204. പേജ് നമ്പർ 204. പേജ് നമ്പർ 204. അതിലെന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഏറ്റവും ലാസ്റ്റിലായിട്ട് എക്സാമ്പിൾ 1 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നോക്കാം നമുക്ക്. എന്താണത്?
The cost of 5 meters of a particular quality of cloth is 2 ton. 5 meter cloth in 2 ton rupee. Tabulate the cost of 2, 4, 10 and 30 meters of cloth of the same type. എങ്ങനെയാണെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് 2 മീറ്റർ ആകുമ്പോൾ 4 മീറ്റർ ആകുമ്പോൾ 10 മീറ്റർ ആകുമ്പോൾ 30 മീറ്റർ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോത്തിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? കോസ്റ്റ് കൂടും, അറിയാലോ. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വരക്കണം? അതിനനുസരിച്ചുള്ള ആ ടേബിൾ ഒന്ന് വരക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അവിടുന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടേബിൾ വരക്കാം. അത് നമുക്ക് എക്സ് ഏതായിട്ട് കൊടുക്കാം? മീറ്റർ ക്ലോത്ത് അല്ലേ. വൈ എന്നുള്ളത് കോസ്റ്റ്. ഓക്കെ, വൈ എന്നുള്ളത് കോസ്റ്റ് ആയിട്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് എന്താ പറഞ്ഞത്? 5 അല്ലേ. 5 ആകുമ്പോഴാണ് എന്ത് പറഞ്ഞത്? 2 ടൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നല്ലേ 2 വരിക. അപ്പോൾ ഒരു ഓർഡർ വരാൻ വേണ്ടിയിട്ടേ, കാരണം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം എന്തൊക്കെ? 2 മീറ്റർ ആകുമ്പോൾ, 4 മീറ്റർ ആകുമ്പോൾ, 10 മീറ്റർ ആകുമ്പോൾ, 13 മീറ്റർ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ടേബിളിൽ ആദ്യം 2 ആണ് എഴുതുന്നത്. 2 മീറ്റർ ആകുമ്പോൾ അറിയില്ല, 4 മീറ്റർ ആകുമ്പോൾ അറിയില്ല, 5 മീറ്റർ ആകുമ്പോൾ 2 ടൺ തന്നിട്ടുണ്ട്. ദെൻ 10 ആകുമ്പോൾ അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. 10 ആകുമ്പോൾ അറിയില്ല, കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് എത്ര വരുന്നത്? 13 ആകുമ്പോൾ അല്ലേ. 13 ആകുമ്പോൾ എന്താണ് കണ്ടുപിടിക്കണം? അതായത് ഇവിടെ നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്? y1, y2, y3, y4, y5. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ്. അപ്പോൾ നമുക്കറിയാം എന്ത്? x1/y1 = x2/y2. അതായത് ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ y4 ആദ്യം കണ്ടുപിടിച്ചൂടെ? കാരണം ഇവിടെ അതായത് 5/2 ടൺ = 10/y4 ചെയ്തുകൂടെ? യെസ്, 5/2 ടൺ = 10/y4. ബിക്കോസ് ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് അതിൻ്റെ റേഷ്യോകൾ സെയിം ആയിരിക്കും. അപ്പോൾ 5/2 ടൺ എന്ന് പറഞ്ഞ റേഷ്യോ 10/y4 എന്ന് പറഞ്ഞ റേഷ്യോ ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ നമുക്ക് y4 കണ്ടുപിടിക്കാം. എങ്ങനെ y4 കണ്ടുപിടിക്കാം? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ അതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 × y4 = 10 × 2 ടൺ. 10 × 2 ടൺ. ഓക്കെ, അപ്പോൾ 5 × y4 = 2 ടണ്ണിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 2100. ഓക്കെ, ഇനി y4 എന്ത് വരും? y4 = 2100 all divided by 5. ശരിയല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ y4 കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരിക? 420 അല്ലേ? 420. അപ്പോൾ നമുക്ക് അതാണ് എന്ത് വരുന്നത്? y4 എന്താ വരുന്നത്? യെസ്, 420. y4 420. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് കിട്ടി 420. ഇനി നമുക്ക് കിട്ടേണ്ടത് y3 ആണ്. നമുക്ക് y3 കിട്ടാൻ നിങ്ങൾക്ക് ഈ റേഷ്യോകൾ ഇക്വേറ്റ് ചെയ്തൂടെ? അതായത് 10/420 = 13/y5. ഓക്കെ, റേഷ്യോ സെയിം ആയിരിക്കും. അതിലൂടെ y5 കണ്ടുപിടിച്ചൂടെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് y5 കണ്ടുപിടിക്കുക കേട്ടോ. അതേപോലെ y5 കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പോൾ y5 ഇതേപോലെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? അതുപോലെ തന്നെ y5 കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? y5 = 546. 546. അപ്പോൾ y5 കിട്ടി, y4 കിട്ടി. ഇനി y2 കണ്ടുപിടിക്കണം. y2 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത്? ഈ ഒരു റേഷ്യോ സെയിം ആയിട്ടെടുക്കാം. 4/y2 = 5/2 ടൺ. ആ റേഷ്യോ സെയിം ആയിട്ട് എടുക്കുക, എന്നിട്ട് y2 കണ്ടുപിടിക്കുക. y2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ റേഷ്യോ ഈക്വൽ ആക്കിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? y1 കണ്ടുപിടിക്കാം. ഓക്കെ, അതിനത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക്
Example 2, page number 2, note 5. An electric pole 40 meter height cast a shadow of 10 meters. Find the height of a tree. Find the height of a tree that cast a shadow of 15 meter. Yes, find the height of a tree that cast a shadow of 50 meter under similar condition. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ഇലക്ട്രിക് പോൾ അല്ലേ, ഇലക്ട്രിക് പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 40 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാസ്റ്റ് എ ഷാഡോ 10 മീറ്റർ. ഇതിൻ്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറക്കാം അല്ലേ, 10 മീറ്റർ ആണ് ഇതിൻ്റെ ഷാഡോ. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് എ ട്രീ ദാറ്റ് കാസ്റ്റ് എ ഷാഡോ ഓഫ് 50 മീറ്റർ. ഒരു ട്രീ ഉണ്ട് വിചാരിക്കുക, അതിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് അതിൻ്റെ ഷാഡോ തന്നിട്ടുണ്ട്. എത്രയാണ് ഷാഡോ തന്നിട്ടുണ്ട്? 15 മീറ്റർ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. കാരണം നോക്കൂ നിങ്ങൾ, ഹൈറ്റ് ഇവിടെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഷാഡോ കൂടും അല്ലേ. ഹൈറ്റ് കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഹൈറ്റ് കുറയുമ്പോൾ ഷാഡോ കുറയും, ഹൈറ്റ് കൂടുമ്പോൾ ഷാഡോ എന്ത് സംഭവിക്കും? കൂടും. ശരിയല്ലേ? അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണല്ലേ. ദ ഹൈറ്റ് ഓഫ് ട്രീ നമുക്ക് എന്തെടുക്കാം? എക്സ് എടുക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഈ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമുക്ക് ബോക്സ് വരക്കാം. ബോക്സിൽ എക്സും വൈ എടുക്കാം. എക്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം? പോളിൻ്റെയും ട്രീൻ്റെയും ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അതായത് പോളിൻ്റെയും ട്രീൻ്റെയും ഹൈറ്റ് ആയിട്ട് എടുക്കാം അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്സ്, വൈ എന്ന് പറഞ്ഞാൽ ഷാഡോൻ്റെ ലെങ്ത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? എക്സ്. ആദ്യത്തെ നമുക്ക് പോളാണ്, അതിൻ്റെ ഹൈറ്റ് 40 ആണ്. അപ്പോൾ ഷാഡോൻ്റെ ലെങ്ത്ത് എന്തായിരുന്നു? 10 അല്ലേ. നെക്സ്റ്റ് നമുക്ക് ട്രീൻ്റെ ഹൈറ്റ് അറിയില്ല, അപ്പോൾ നമുക്ക് എക്സ് കൊടുക്കാം. ആ ട്രീൻ്റെ ഷാഡോ തന്നിട്ടുണ്ട്. എത്രയാണ് ഷാഡോ? 15. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് എക്സ് കണ്ടുപിടിച്ചുകൂടെ. കാരണം റേഷ്യോ സെയിം ആണ്, നമുക്കറിയാം റേഷ്യോ സെയിം ആണ്. അതായത് 14/10 = x/15. രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ x1/y1 = x2/y2. ക്ലിയർ? ഇനി നമുക്കിതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 × 15 = 10 × x. 10 × x. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അല്ലേ. എക്സ് = എന്ത് വരും? 14 × 15 / 10. ശരിയല്ലേ? 14 × 15 / 10. നമുക്ക് ഭയങ്കര സിംപ്ലിഫൈ ചെയ്യാം. 15 × 10 5 ഉണ്ട്, ഈ 2 നും 14 2 ഉണ്ട്. ദെൻ 7 × 3 21. അപ്പോൾ എക്സ് എന്ത് വരുന്നു? 21. ഓക്കെ, എക്സ് = 21. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ 21 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ ട്രീ 21. കണ്ടോ? ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഷാഡോൻ്റെ ലെങ്ത്തും കൂടി. അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം? പേജ് നമ്പർ 2 നോട്ട് 6 യെസ്. Okay, the next question, page number 2 note 6. Example 3. If the weight of 12 sheet of thick paper, weight എത്ര വരുന്നത്? 40 gram. How many sheets of the same paper would weigh 2.5 kilogram? 2.5 kilogram. ഓക്കെ, 12 ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ വെയിറ്റ് 40 gram ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 kilogram വെയിറ്റ് വരും. എത്ര പേപ്പർ ഷീറ്റ് ഉണ്ടാവും? എത്ര ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ടാവും 2.5 kilogram വെയിറ്റിൽ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലേ. കാരണം പേപ്പറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വെയിറ്റും കൂടും. പേപ്പറിൻ്റെ എണ്ണം കുറഞ്ഞാൽ വെയിറ്റും കുറയും.
അപ്പോൾ ഇത് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ് അല്ലേ. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കോളം വരക്കാം. കോളം വരച്ചിട്ട് എക്സും വൈയും കൊടുക്കാം. എക്സ് എന്ന് പറയുന്നത് ഷീറ്റ് ഓഫ് പേപ്പർ അല്ലേ. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷീറ്റ്സ്. എക്സ് നമ്പർ ഓഫ് ഷീറ്റ്സ്. നമ്പർ ഓഫ് ഷീറ്റ്സ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, വെയിറ്റ്. ഗ്രാമിലുള്ള വെയിറ്റ് ആണ് കേട്ടോ, ഗ്രാമിലുള്ള വെയിറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുണ്ട് 12. നമ്പർ ഓഫ് ഷീറ്റ് 12 ആകുമ്പോൾ അതിൻ്റെ വെയിറ്റ് 40 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഷീറ്റ്, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് 2.5 കിലോഗ്രാം ആണ്. അതിന് ഗ്രാമിലേക്ക് മാറ്റാൻ നമുക്കറിയാം അല്ലേ. നമുക്കറിയാം 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 2.5 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, 2 × 2 4, 4 + 1 5, 5/2 ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ അല്ലേ, മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ ശരിക്കും ഇത് 5/2 ആണ്. അപ്പോൾ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ഗ്രാമിലേക്ക് മാറും. ഓക്കെ, ഗ്രാമിലേക്ക് മാറും ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് ഈ 2നും 1000നും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 500 × 5 2500. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2500 ഗ്രാമിലേക്ക് മാറിപ്പോൾ. ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, അറിയില്ലല്ലോ. ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ആ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം ഡയറക്റ്റ് പ്രപ്പോർഷനിൽ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് 12/40 = x/250. 12/40 = x/250. കാരണം ഇതിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും, ഡയറക്റ്റ് പ്രപ്പോർഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 250 അല്ലെങ്കിൽ യെസ് അങ്ങനെ തന്നെ ചെയ്യാം. 12 × 2500, സോറി ഇവിടെ ഒരു 0 കൂടി ഉണ്ടല്ലേ, = x × 40. ഇനി ഇവിടുന്ന് എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂവിനെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. യെസ്, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. എക്സ് കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്, 12 × 2500 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു 0 ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്കിതിനെ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. ഈ 12നും 4നും അപ്പോൾ 3 × 250 എന്താ വരിക, 750. എന്താ ആൻസർ വരുന്നത്, 750. x = 750. ഓക്കെ, അപ്പോൾ ആൻസർ ആയില്ലേ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 4th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ. സെയിം പേജ് നമ്പർ 206. Example 4. A train is moving at a uniform speed 75 kg/h. How far will it travel 20 minutes? അത് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 5. എക്സാമ്പിൾ 5 എന്താ പറയുന്നത്, the scale of a map is given as 1:3 അല്ലേ, 1 2 3 4 5 6 7. Okay, the scale of map is given as this. 2 cities are 4 cm apart on the map. 2 cities are 4 cm apart on the map. Find the actual distance between them. Yes, മാപ്പിലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 4 ആണ്. ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് ഗിവൺ. മാപ്പിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:2 ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, the map distance be x centimeter and the actual distance be y centimeter. മാപ്പിൻ്റെ ഡിസ്റ്റൻസ് എക്സും നമുക്ക് ആക്ച്വൽ ഡിസ്റ്റൻസ് y ആയിട്ട് എടുക്കാം. കാരണം മാപ്പിനൊരു നിങ്ങൾക്കറിയാം മാപ്പിനൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും, ആക്ച്വൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ബട്ട് നമ്മളത് മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക, അല്ല
ഒരു 2 സെൻറ്റിമീറ്ററോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും 7 കിലോമീറ്റർ എന്ന് പറയും. അതാണ് ഇവിടെ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പ് ഡിസ്റ്റൻസും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? അപ്പോൾ നമുക്ക് കണ്ടത് 2 cities are 4 centimeter apart on the map. Find the actual distance between them. ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് കണ്ടത്. മാപ്പിലെ ഡിസ്റ്റൻസ് 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ആക്ച്വൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ദ സ്കെയിൽ ഓഫ് മാപ്പ് ഈസ് ഗിവൺ അസ് തന്നിട്ടുണ്ട്. മാപ്പിൻ്റെ സ്കെയിൽ ഇതാണ്. ഓക്കെ, അതായത് ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പിംഗ് ഡിസ്റ്റൻസും, ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പ് ഡിസ്റ്റൻസും, അതാണ് ഈ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ട് നമുക്ക് എന്തെടുക്കാം? ലെറ്റ് ദ മാപ്പ് ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് മാപ്പ് ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം, എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ആൻഡ് ആക്ച്വൽ ഡിസ്റ്റൻസ് വൈ ആയിട്ട് എടുക്കാം. ആക്ച്വൽ ഡിസ്റ്റൻസ് വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, മാപ്പ് ഡിസ്റ്റൻസ് എക്സും ആക്ച്വൽ ഡിസ്റ്റൻസ് വൈയും ആണെങ്കിൽ നമുക്കറിയാം ഈ റേഷ്യോയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ആയിരിക്കില്ലേ? ഡയറക്റ്റ് പ്രപ്പോർഷനാണ് അല്ലേ? അതായത് 1:2 = x:y. ഈ 1:2 this x:y എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് കേട്ടോ. നമുക്കറിയാലോ. ഇപ്പോൾ 1:2 നമ്മൾ എങ്ങനെ എഴുതും? 1/2 എഴുതും. 2:3 2/3 എഴുതും. അതേ ഒരു വേ ആണ് കേട്ടോ ഇവിടെ ഒക്കെ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ റേഷ്യോ പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്തായിരിക്കും? 1/, ഈ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3 × 10⁻⁷. സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ എഴുതിക്കൂടെ? സയൻറ്റിഫിക് ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3 crore നമുക്ക് എങ്ങനെയാണ്? 3 × 10⁻⁷ = x:y means x/y. ബട്ട് ഇവിടെ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സിൻസ് x = 4. യെസ്, കാരണം രണ്ട് സിറ്റികൾ തമ്മിലുള്ള മാപ്പിംഗ് ഡിസ്റ്റൻസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 cities are 4 centimeter apart on the map എന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പിൽ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ മാപ്പിംഗ് ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ 4 എന്ന് കൊടുക്കാം. ഓക്കെ, സിൻസ് x = 4. ഇനി നമുക്കിവിടെ y കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 1 × y = y = 4 × 3 × 10⁻⁷. 4 × 3 × 10⁻⁷. അപ്പോൾ 4 × 3 × 10⁻⁷ നമുക്ക് ചെയ്യാം. 4 × 3 12. 12 × 10⁻⁷. 12 × 10⁻⁷. പിന്നെ നമുക്ക് നിങ്ങൾ ആ ഫിഗർ പേജ് നമ്പർ 207 ആ മാപ്പ് എന്ന് പറഞ്ഞ ഫിഗറിൽ തന്നിട്ടുണ്ട്. 1 centimeter = 300 kilometer അല്ലേ? 1 centimeter 300 kilometer. അങ്ങനെയാണ് നമ്മൾ എന്ത് എടുത്തത്? 300 kilometer എന്നുള്ളത് നമ്മൾ ഇവിടെ 3 crore എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 12 × 10⁻⁷ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന് കിലോമീറ്ററിലേക്ക് നമുക്ക് മാറ്റി എന്ത് പറയാം? 1200 kilometer. ഓക്കെ, 1200 kilometer. അപ്പോൾ വൈ കിട്ടിയില്ലേ? വൈ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, then mark your homework. Exercise 13.1. Question number 2. 5, 7, 9 and 10. Then see you next class. Thank you.